സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്തിരുന്ന മേഖലയാണ് സിനിമാ മേഖല. അന്ന് പൊതുസമൂഹത്ത് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടവും സ്ത്രീ വളരെയധികം പൊതിഞ്ഞ് ഒരു കാരണവശാലും ഒരു നിയമങ്ങളും ഇല്ലാത്തൊരു കാലഘട്ടത്തായിരുന്നു അന്ന് സിനിമ നടന്നത്. ഇന്ന് അങ്ങനെയല്ല. 8 സെക്കൻഡ് ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയാൽ പോലീസ് കേസ് ഉണ്ടോ? സ്ത്രീ പരാതിപ്പെട്ടാൽ ഉണ്ടാകണം. സ്ത്രീ പരാതിപ്പെട്ട അങ്ങനെയാണെങ്കിൽ സിനിമാ നടിക്ക് വേറൊരു ഇതുണ്ടോ? സിനിമാ നടികൾക്കുണ്ടോ? വേറെ ആൾക്കാർക്ക് നിയമമുണ്ടോ ഈ രാജ്യത്ത്? ഇല്ല, എല്ലാവർക്കും ഒരു നിയമം തന്നെ. ഒരു പരാതി ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ പോയി പറയാതെ ഇവിടെ പോലീസ് സ്റ്റേഷനില്ലേ, ഇവിടെ നിയമല്ലേ, കോടതിയില്ലേ? അതുകൊണ്ട് ഒരു സിനിമ അപ്പൊ അവർക്ക് പോയി നേരിട്ട് പറഞ്ഞാൽ പോരെ? അല്ല, ഒരു സ്ത്രീയുടെ ആ ദൗർബല്യത്തെ അങ്ങ് എന്നാൽ പിന്നെ അതൊരു വലിയ ന്യായീകരണമായി അല്ല ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ പോയി ഒരു സ്ത്രീ വന്ന് പറയണം, ഇതാ എന്നെ ഇങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന്. അത് കേട്ട് ഗോൾമയിർ കൊള്ളാൻ കഴിയാത്തതിന്റെ ദുരവസ്ഥ പല ആളുകളും വേദനയോടെ പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞല്ലോ, ഈ പറഞ്ഞവർക്കെതിരെ എന്ത് നടപടി? അതാണ് എന്റെ ചോദ്യം. ഇപ്പൊ ഒരു ബംഗാളി നടി പറഞ്ഞിരിക്കുന്നല്ലോ, ഇതൊക്കെ 80 കാലഘട്ടങ്ങളിൽ നടന്നിരുന്നു, 90 കാലഘട്ടങ്ങളിൽ നടന്നിരുന്നു. അന്ന് നിയമമില്ല, ഇന്ന് നിയമമുണ്ട്. ഇപ്പൊ ആളുകൾ പറഞ്ഞു വന്നല്ലോ, പറഞ്ഞു തുടങ്ങുന്നല്ലോ. അന്നത്തെ കാലം ഈ സ്ത്രീ പറഞ്ഞ കാലഘട്ടം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു സ്ത്രീക്ക് ഇതുപോലെ ഒരു പ്രശ്നമുണ്ടായാൽ അവർ നേരിടുന്ന പ്രയാസങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കുമില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. പല ആളുകൾക്കും പലതരത്തിലുള്ള പരിമിതികളുണ്ട്. അല്ലാതെ എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് പുറത്തു വന്നിട്ട് ഞാൻ ഇങ്ങനെ ആക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ടാണ്, ആ ചെറിയ ബോധമുള്ളത് കൊണ്ടാണ് നമ്മുടെ നിയമ സംവിധാനം ഇരയുടെ പേര് മറച്ചു പിടിക്കണം എന്നാവശ്യപ്പെടുന്നത്. അവർക്ക് അങ്ങനെ പുറത്തിറങ്ങി വരാൻ പറ്റില്ല എന്ന ആ പരിമിതി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. നിങ്ങൾക്ക് എന്താണ് പറയേണ്ടത്? ആളുകൾ വന്നില്ലെങ്കിൽ വന്നെങ്കിൽ പരാതി എടുക്കണം. എന്ത് ചെയ്താലും പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര നിയമമാണ് കേരളത്തിൽ. നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഞാൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ള ചോദ്യമല്ലല്ലോ. കലകൊലകൊല ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? എത്ര ആൾക്കാർക്കെതിരെ പീഡന കേസ് കൊടുത്തിട്ട് വെറുതെ ആക്കുന്നുണ്ട്. അല്ല, അതാണോ ശരി? അതുകൊണ്ട് എന്നാൽ പീഡനം വേണ്ട, നടന്നോട്ടെ, സുഖമായിട്ടെന്നാണോ പറയേണ്ടത്? പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കട്ടെ. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണമെന്നില്ല. ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ ഒരു പെൺകുട്ടി ഇല്ല വേണമെന്നില്ല, കേസ് കൊടുക്കട്ടെ. അങ്ങനെയുള്ള നിയമമുള്ള സംസ്ഥാനത്ത് അതൊരു ജഡ്ജിന്റെ മുന്നിലാണല്ലോ അവർ ചെന്ന് ഇത് പറഞ്ഞത്. ഹേമ കമ്മിറ്റി നിങ്ങൾക്കൊരു പുച്ഛമായിരിക്കാം, പക്ഷേ ആയിരക്കണക്കിന് സ്ത്രീകളുണ്ടല്ലോ ഇവിടെ. അവർക്കൊരു അവസരത്തിനായി പലപ്പോഴും ഇതുപോലുള്ള ശരീരം വിൽക്കേണ്ടി വരുന്ന ചൂഷണത്തിന് വിധേയമാകേണ്ടി വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് പുറത്തു വരേണ്ട ഒരു സാധ്യതയായിരുന്നു. നിങ്ങൾക്കത് എന്ത് ഹേമ കമ്മിറ്റി എന്നായിരിക്കാം, അത് ചോദിക്കുന്ന ആളുകൾക്ക് അതായിരിക്കാം. പക്ഷെ അതല്ലാത്തവരുണ്ട്, അവരൊക്കെ ഒരു സിനിമ ചലച്ചിത്ര രംഗത്ത് താൻ ജോലി ചെയ്യുന്നു എന്ന അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഇതുപോലുള്ള ഹേമ കമ്മിറ്റികൾ വരേണ്ടതാണ്. നിങ്ങളെ സിനിമയിലെ സ്ത്രീകളെ കുറിച്ച് മാത്രം പറയാതെ എനിക്ക് സിനിമയിലെ സ്ത്രീകളെ കുറിച്ച് എന്തായാലും നിങ്ങളിൽ നിന്നൊരു ക്ലാസ് വേണ്ട. സ്ത്രീകളുണ്ട്, എത്ര പീഡന കേസുകൾ നടക്കുന്നുണ്ട്. താങ്കൾ അല്ല, അതൊരു ന്യായീകരണമാണോ ഒരു പീഡന കേസിൽ പരാതി എടുക്കാതിരിക്കാൻ? നിങ്ങൾക്ക് ചാനലുകാർക്ക് നല്ല സെലിബ്രിറ്റികളെ പിടിച്ച് കുറച്ച് ഞങ്ങൾക്ക് സെലിബ്രിറ്റികളെ അങ്ങ് പിടിച്ചു വരുത്തിയിട്ട് അതാ നിങ്ങളോട് വന്ന് ആരാ പറഞ്ഞത്? ആരാ നിങ്ങൾക്ക് ഈ അജണ്ട മുന്നോട്ട് വെച്ച് തന്നത്? സെലിബ്രിറ്റികൾക്ക് റേറ്റിംഗ് കിട്ടാനാണ് നടക്കുന്നതെന്ന്. നിങ്ങളെ പോലെ തല്ലിപ്പൊളികൾ ലോകത്തില്ല. മീഡിയയിലെ പോലെ തല്ലിപ്പൊളി ഞങ്ങളുള്ളത് കൊണ്ടാണ് ഈ വിഷയങ്ങളെല്ലാം പുറത്തു വന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ വളരെ രഹസ്യമായി മൂടിവെച്ച് ഗോപ്യമായി നിങ്ങളൊക്കെ തള്ളിക്കളഞ്ഞേനെ. 80 ആവർത്തിക്കാതിരിക്കുന്നത് ഞങ്ങളുള്ളത് കൊണ്ടാണ്. ഞങ്ങളാണ് വിളിച്ചു പറഞ്ഞത്, ഞങ്ങളാണ് ഇതുപോലെ ആഭാസന്മാർ ഇനിയും അധികാരത്തിൽ തുടരുന്നുവെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ വൈകുന്നേരം വേറെ എങ്ങോട്ടും പോകാതെ ന്യൂസ് സൈറ്റിൽ നിന്ന് ടെലിവിഷൻ നിങ്ങൾ ഓൺ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നതിന് ഒരു പ്രസക്തിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്, അത് ഈ നാട് അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ മനുഷ്യന്റെ രാജി ഞങ്ങളും ആവശ്യപ്പെടുകയാണ്. ഇത് വരാതിരിക്കില്ല. ആ സമ്മർദ്ദം ഉണ്ടാകും. ആ സമ്മർദ്ദം മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ജനങ്ങളും അതിനോടൊപ്പം നിൽക്കുന്നു. നിങ്ങളെ പേടിച്ച് പുറകോട്ട് പോകാൻ ഒരു കാര്യമില്ല. റേറ്റിംഗ് നിങ്ങൾ ആളുകൾ കാണുന്നത് കൊണ്ടാണ്. അത് ഈ കാര്യം വസ്തുതകൾ പറയുന്നത് കൊണ്ടാണ്. റേറ്റിംഗ് ഇല്ലാതിരുന്നാലും ഈ വസ്തുതകൾ തന്നെയാണ് മാധ്യമങ്ങൾ പറയുന്നത്. റേറ്റിംഗ് കുറഞ്ഞവരും റേറ്റിംഗ് കൂടിയവരും ഒക്കെ ഈ വിഷയത്തിൽ ഒറ്റ നിലപാടാണ് എടുക്കുന്നത്. നിങ്ങളെ പോലുള്ള ആളുകൾ ഇതെന്തോ വലിയ സംഭവം ഒതുക്കി തീർക്കാമെന്ന് വിചാരിച്ചാൽ ആ പ്രശ്നം നടക്കാൻ പോകുന്നില്ല. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഞങ്ങളെ അങ്ങ് നിശബ്ദരാക്കിയാൽ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് ധരിക്കേണ്ട. അങ്ങനെ നിങ്ങൾ നിശബ്ദരാക്കിയാൽ ആകുന്നവരല്ല ഞങ്ങൾ. ആ നിശബ്ദതയിൽ നിന്ന് ഒന്നും നിങ്ങൾക്ക്
നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. നിങ്ങൾ മിണ്ടാതിരുന്ന മാധ്യമങ്ങളെ അങ്ങ് നിശബ്ദരാക്കി വായടപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കഴിഞ്ഞു. പണ്ടേ നിശബ്ദരാ. മാധ്യമങ്ങൾ നിശബ്ദരായതുകൊണ്ടാണല്ലോ ഈ വിഷയം പൊങ്ങി വന്നത്. നിങ്ങളെ പോലുള്ള ആളുകൾക്ക് രോഷം വരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ മനസ്സിലാവാൻ ഒരു പ്രയാസവുമില്ല. പക്ഷെ ആ രോഷം അങ്ങ് വീട്ടിൽ അവിടെ തന്നെ ഇരിക്കലേ ഉണ്ടാകൂ. ഈ പൊതുസമൂഹം ഈ വിഷയത്തിൽ ഞങ്ങളെടുത്ത നിലപാടുകൾക്കൊപ്പം ഉറച്ചു നിൽക്കും. നിങ്ങളത് വരും ദിവസങ്ങളിൽ നോക്കിക്കണ്ടോ. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതുപോലെ ആളുകളുടെ രാജി ആവശ്യപ്പെട്ടു കഴിഞ്ഞു.